ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റിലും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു പൊട്ടാറ്റോ ഫ്രൈ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ചതച്ചതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 3 ചെറിയ പൊട്ടാറ്റോ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടാറ്റോ കഷ്ണങ്ങൾ ഞാൻ നിറം മങ്ങാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാല ആണ്. അപ്പോൾ ലേശം ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചത് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ നല്ല ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റിലൊരു പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.